അവളിപ്പോ ബുദ്ധിപൂർവ്വം തന്നെ കൈവിട്ട പോലെ അഭിനയിക്കുക. ഞാനും എന്റെ മോളും തനിക്ക് വെച്ച് വിളമ്പി തരാൻ വേണ്ടിട്ട്. അനുമോളോട് ഞാനാ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇനി ഇടപെടണ്ടെന്ന്. ഞാൻ കാരണം ആ കുട്ടി എന്തിനാ പഴി കേൾക്കുന്നത്? ഓ, അപ്പൊ താൻ കാരണം എനിക്കും എന്റെ മക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപമാനവും അതിനും താൻ തന്നെ പരിഹാരം ഉണ്ടാക്കണം. പറ്റിയാലേ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി തന്ന അത്രയും നല്ലത്. ഞാനിനി എങ്ങോട്ട് പോവാനാ? ഓ, എങ്ങോട്ട് പോവാനല്ലെങ്കിൽ പോയി ചാവടോ, എവിടെങ്കിലും പോയി ചത്തൊടുങ്ങ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് കിടന്ന് മരിച്ചോളാം സുശീലേ. എൻ്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും എൻ്റെ മക്കൾ ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടോ. എന്റെ മക്കളെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കത്തേയില്ല. നോക്കിക്കോ, എവിടെങ്കിലും അനാഥ ശവമായി കിടക്കുന്ന തന്നെ ആരെങ്കിലും തോട്ടിപ്പണിക്കാർ കൊണ്ടുപോയി കുഴിച്ചു മൂടും. അതാ തന്റെ വിധി. ഈ സുശീലയെ തനിക്ക് തരാൻ പോകുന്ന ശിക്ഷ അതാ. ദൈവം അതിനാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചതെങ്കിൽ അത് ഞാൻ ഏറ്റുവാങ്ങിയല്ലേ പറ്റൂ. എന്തായാലും ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല. എന്നെ പുറത്താക്കാൻ നീ എന്തു വേണമെങ്കിലും ചെയ്തോ, അത് ഞാൻ അനുഭവിച്ചോളാം. അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചാ വന്നതല്ലേ? അല്ലേ? നോക്കാം, ദിവസങ്ങൾ എണ്ണിക്കോ താൻ. തീർത്ത് കളയും ഞാൻ. തീർക്കുമെന്ന് പറഞ്ഞാലേ തീർത്തിരിക്കും സുശീല. ഓർത്തു. ദാസ് രാവിലെ തന്നെ എങ്ങോട്ടാ? വേറെ എവിടേക്കാ? അണ്ണനെ കാണാൻ തന്നെ. അണ്ണൻ നടക്കാൻ ഇറങ്ങിയതാണോ? ആ, വീട്ടിലേക്ക് ഇത്തിരി പാല് വാങ്ങിക്കണം. കൂട്ടത്തിലൊരു നടത്തമാവും. ഞാൻ ആലോചിക്കായിരുന്നേ, അണ്ണന്റെ ജീവിതം വീണ്ടും പഴയ പോലെ തന്നെ ആയി. മക്കൾക്ക് വേണ്ടി വിശ്രമമില്ലാതുള്ള ഓട്ടം. ആ, പഴയതുപോലെയൊന്നും പറയാൻ പറ്റില്ല ദാസ്. പണ്ട് നടന്നത് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്നത് പേരക്കുട്ടികൾക്ക് വേണ്ടി. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. പണ്ടും ഇപ്പോഴും അണ്ണ എനിക്കൊരു അത്ഭുതമാണ്. ലക്ഷ്മിയടുത്ത് പോയപ്പോൾ 5 പെമ്മക്കളെ വളർത്താൻ അണ്ണനൊരു പാർട്ട്ണറെ കണ്ടെത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പലരും അണ്ണനെ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ എന്താ, അണ്ണൻ വഴങ്ങിയില്ല. ലക്ഷ്മിക്ക് പകരം മറ്റൊരാൾ. അന്നും ഇന്നും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ദാസ്. ഒരുപക്ഷെ മറ്റൊരു സ്ത്രീയെ അമ്മയായി കാണാൻ എൻ്റെ മക്കൾക്ക് അന്ന് കഴിയുമായിരുന്നു. അവർക്ക് കുട്ടികളായിരുന്നല്ലോ. പക്ഷേ എനിക്കെൻ്റെ മക്കളിലൂടെ ലക്ഷ്മിയെ കാണാനായിരുന്നു ഇഷ്ടം. ഇപ്പൊ ഞാൻ ലക്ഷ്മിയെ കാണുന്നത് ചീരുവിന്റെ മക്കളിലൂടെ. അവര് ശരിക്കും ലക്ഷ്മിയുടെ പുനർജന്മം തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ലക്ഷ്മിയും പാർവതിയും ഇരട്ടകളായിരുന്നല്ലോ. അതെ അതെ, ചെന്നൈയിൽ വെച്ച് പാർവതിയെ കണ്ടപ്പോൾ പുള്ളിക്കാരത്തി അത് പ്രത്യേകം പറയുകയും ചെയ്തു. ലക്ഷ്മിയുടെ തിരുമക്കളിൽ ചീരുവിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ചീരുവിന് ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായതാണ് അതിന് കാരണമെന്നും പറഞ്ഞു. ചീരുവിനെ പാർവതി ഏറ്റെടുത്തതും
അതുകൊണ്ട് തന്നെയാണ് ദാസ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പാർവതി മുൻകൈയെടുത്ത് അവളെ കൊണ്ടുപോകൂ? ഇനി എന്റെ മകള് ചീരു തിരിച്ചു വരുന്നത് വരെ അവളുടെ മക്കളെ സ്നേഹം കൊടുത്ത് സംരക്ഷിക്കുകയാണ് എന്റെ ഡ്യൂട്ടി. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തരുമായിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ദൈവം അണ്ണനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയല്ലേ? ആ, അണ്ണൻ മക്കളെയും കൂട്ടി ഒന്നും പറയാതെ ഇങ്ങ് പോന്നേല് അമ്പിളിയും രഘുവും ഇത്തിരി വിഷമത്തില്ല. അവരാണ് എന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് വിട്ടത്. എനിക്ക് മനസ്സിലായി ദാസ്. ചീരുവിന്റെ മക്കൾ ആർക്കും ഒരു ബാധ്യത ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വേറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ കഴിയുന്ന എനിക്ക് മാത്രമേ അതിന് കഴിയൂന്ന് തോന്നുന്നു. അതാ ഞാൻ അവരെ അപ്പ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അണ്ണാ. അണ്ണനൊരു വാക്ക് പോലും പറയാമെന്നാണ് അവർക്ക് വിഷമമായത്. പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ സമ്മതിക്കണമെന്നില്ല ദാസ്. അവര് സമ്മതിച്ചില്ലെങ്കിലും ചീരുവിന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരു മത്സരബുദ്ധി ആരുമായും വേണ്ടാന്ന് കരുതിയ ഞാൻ ചോദിക്കാതെയും പറയാതെയും ഇങ്ങോട്ട് വന്നത്. അവർക്കതിൽ ടെൻഷൻ തോന്നണമെങ്കിൽ ഉള്ളുകൊണ്ടെങ്കിലും ചീരുവിന്റെ മക്കൾ അവർക്കൊരു ബാധ്യതയാകില്ലേ എന്ന് തോന്നിക്കാണും. മനുഷ്യരല്ല അണ്ണ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അണ്ണന്റെ മോൾക്ക് തന്നെയാണ് കൂടുതൽ കുറ്റബോധം. എന്നാൽ അവളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കില്ലെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. ചീരുവിന്റെ മക്കളെ അമ്പിളി പൊന്നുപോലെ നോക്കൂന്ന് എനിക്കറിയാം. അനിയത്തിമാർക്ക് വേണ്ടി പഠിപ്പ് വരെ മാറ്റിവെച്ചവളല്ലേ അവൾ. ഇനിയും അവളെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ ദാസ്? അവളിനി അവളുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കട്ടെ ദാസ്. അച്ഛന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂന്ന് ദാസ് അവളോടൊന്ന് പറഞ്ഞേക്ക്. ശരിയാണ്. ശരിയാണ്. അങ്കിളെന്തൊരുഗോട്ട വരാൻ താമസിക്കുന്നേ? അച്ഛനിനി കുട്ടികളായിട്ട് പഞ്ചരത്നത്തിലേക്ക് പോയി കാണുമോ? ഏയ്, പഞ്ചരത്നത്തിൽ വേറെ ആരാ ഉള്ളത്? തൽക്കാലം മോൻ എന്തായാലും അവരങ്ങോട്ട് കൊണ്ടുപോകില്ല. ഈ വിനയന്റെ നിലപാട് എന്താണെന്ന് ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ. അവന്റെ കാര്യത്തില് ഇനി എന്ത് വ്യക്തത വരാനാ? കുട്ടികളുടെ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതോടെ അവനിനി അവരെ തിരിച്ചു വിളിക്കലെന്നുള്ള കാര്യം ഉറപ്പായി. അത് അവൻ മാത്രം ഉറപ്പിച്ച പോരല്ലോ. ചീരുന്റെ മക്കളുടെ കാര്യത്തില് ഒരു വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നാളെ അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ മക്കളെ നമ്മൾ തട്ടിക്കൊണ്ട് വന്നാണെന്ന് വരെ അവൻ പറഞ്ഞുണ്ടാക്കിയെന്ന് വരും. അതും പറഞ്ഞോണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ മുഖത്ത് ഞാൻ ആട്ടും.